കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച പെർഫോമൻസ് നടത്തുകയും ഗ്രാജ്വലി സപ്പോർട്ട് സോണിൽ നിന്നും റെസിസ്റ്റൻസ് സോണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൈവറ്റ് ബാങ്ക് സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് ആണ് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ HDFC ബാങ്ക് 2% ഉയർന്ന് 1707 അടുത്തെത്തുകയും ചെയ്തു. 13 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.9, ഡിവിഡൻഡ് ഈൽഡ് 1.14%, 52 വീക്ക് ഹൈ 1757, 52 വീക്കിലോ 1363. HDFC ബാങ്കിന് ബേൺസ്റ്റൺ എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 2100 രൂപയുടെ ടാർഗറ്റ് നൽകി. വരുന്ന 4 വർഷം കൊണ്ട് കമ്പനിയുടെ ROE 1.8% നിന്നും 2.1% ഉയരും എന്നാണ് ബേൺസ്റ്റൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ബേൺസ്റ്റൺ ബൈ ചെയ്യുന്നതിന് പിന്നിലെ റാഷണലായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻടാക്റ്റ് ആണ്. കമ്പനി അതിൻ്റെ കോസ്റ്റ് ഓഫ് ഫണ്ട് നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നു. HDFC ബാങ്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 12% അടുത്ത് റിട്ടേൺ നൽകി. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാൽ 1650, 1645 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണായിരുന്നു. ഇവിടെ നിന്നും ഡിസിസീവ് ബ്രേക്കൗട്ട് വന്ന സ്ഥിതിക്ക് സ്റ്റോക്ക് 1750 വരെ ഉയർന്നേക്കാമെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. 1750 മുകളിലും സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ സെക്കൻഡ് ലെഗ് ഓഫ് ബ്രേക്കൗട്ട് HDFC ബാങ്കിൽ പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് ഇവിടെ നിന്നും 1880, 1970 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും. HDFC ബാങ്ക് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവരും സ്റ്റോക്കിൽ ആൾറെഡി പൊസിഷൻ എടുത്തു കഴിഞ്ഞവരും 1650 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. റെലിഗർ എന്ന ബ്രോക്കേജ് ഏജൻസിയും പറയുന്നത് 1650 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1750 വരെയുള്ള ടാർഗറ്റ് എയിം ചെയ്യാം. ആനന്ദ് റാട്ടിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് 1700 മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതുകൊണ്ട് 1725, 1735 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാമെന്നതാണ്. സ്റ്റോക്ക് 5 ഡേ, 20 ഡേ, 50 ഡേ, 30 ഡേ, 150 ഡേ, 200 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതേസമയം RSI നോക്കിയാൽ 76.22 എത്തി. RSI ഓവർ സോൾഡ് കാറ്റഗറിയിൽ ഓവർ സോൾഡ് സോണിൽ സ്റ്റോക്ക് എത്തിയതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. HDFC ബാങ്കിൻ്റെ PB വാല്യൂ 2.97 ആണ്. HDFC ബാങ്കിൽ വളരെ വലിയൊരു അക്യുമുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാന അപ്ഡേറ്റ്. കഴിഞ്ഞ 2 മാസമായി HDFC ബാങ്ക് എന്ന സ്റ്റോക്ക് വാങ്ങിയ മ്യൂച്വൽ ഫണ്ടുകളുടെ ലിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കൂടാതെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും HDFC ബാങ്കിൽ വളരെയധികം പൊസിഷൻ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നോക്കിയാൽ കൂടി 15.17 ലക്ഷം ഷെയറുകളാണ് ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിരിക്കുന്നത്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ജൂലൈ 20 പുറത്തുവരും. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ആകാം സ്റ്റോക്കിൽ ഉയർന്നു വന്ന ബൈയിങ്ങിന് പിന്നിലെ പ്രധാന കാരണം. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് HDFC ബാങ്ക്. 1750 പ്രധാന റെസിസ്റ്റൻസ്. ഇവിടെ നിന്നും ബ്രേക്കൗട്ട് വന്നാൽ 1800, 1845, ഇവൻ 1900 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് എത്തിയേക്കും. 1650 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബേൺസ്റ്റൈൻ്റെ ടാർഗറ്റും വരുന്ന 2 വർഷത്തേക്ക് HDFC ബാങ്ക് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.2% ഉയർന്ന് 3973 അടുത്ത് ക്ലോസിംഗ് നൽകി. 80,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 41.38, 52 വീക്ക് ഹൈ 4245, 52 വീക്കിലോ 1176. ഇറാഡ എന്ന കമ്പനിക്ക് ശേഷം മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്കും നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന അപ്ഡേറ്റാണിത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ, കോൺകോർ, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, RCF, നാൽക്കോ, NMDC, RVNL, ഇർക്കോൺ, ഇറാഡ തുടങ്ങിയ കമ്പനികൾക്കാണ് മുമ്പ് നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചത്. ഒരു നവരത്ന കമ്പനിക്ക് 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഗവൺമെൻറ്റിൻ്റെ പ്രയോർ അപ്രൂവൽ ആവശ്യമില്ല. അതുപോലെ തന്നെ പല ജോയിൻറ്റ് വെഞ്ചർ കമ്പനികൾ രൂപീകരിക്കുന്നതിനും കമ്പനിക്ക് ഫ്രീഡമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് മുൻപേ കമ്പനി മിനിരത്ന കമ്പനിയായിട്ടാണ് പ്രവർത്തിച്ചത്. മിനിരത്ന കമ്പനി 5000 കോടി രൂപയുടെ പ്രോഫിറ്റ് 3 വർഷം തുടർച്ചയായി നേടുകയും 25,000 കോടി രൂപയുടെ ആവറേജ് ആനുവൽ ടേൺ ഓവർ മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടാതെ 3 വർഷമായി 15,000 കോടി രൂപയുടെ ആനുവൽ നെറ്റ്വർത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്ത ഒരു കമ്പനിയാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്ക് 2024 മാത്രം 74% റിട്ടേൺ നൽകി. പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്ക് പെട്ടെന്ന് ഉയർന്ന ലെവലിൽ എത്തിയതുകൊണ്ട് സെൽ എന്ന റേറ്റിംഗും ഡൗൺ സൈഡിലെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്.
ICICI സെക്യൂരിറ്റീസ് സ്റ്റോക്ക് 70% കറക്റ്റായി 900 രൂപയിലേക്ക് എത്തുമെന്നുള്ള ടാർഗറ്റായിരുന്നു നൽകിയത്. പക്ഷേ ഈ ടാർഗറ്റുകളെയൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ട്രെൻഡ് ഫോം ചെയ്യുകയും അപ്സൈഡിലേക്ക് നീങ്ങുകയുമാണ്. സ്റ്റോക്കിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് വ്യക്തമായ ട്രെൻഡിലാണ് നീങ്ങുന്നത്. കൺസോൾട്ടേഷൻ, റാലി, കൺസോൾട്ടേഷൻ, ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്കിനുള്ളത്. 2500 എന്ന ലെവലിനടുത്ത് സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം 3500 വരെ ബ്രേക്കൗട്ട് നൽകി ഉയർന്നിരുന്നു. പിന്നീട് സ്റ്റോക്ക് 3000 എന്ന സപ്പോർട്ടിനടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം 4200 വരെ സ്റ്റോക്ക് ഉയർന്നു. സ്റ്റോക്ക് ഇപ്പോൾ 3850 എന്ന സപ്പോർട്ടിനടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. 3500, 3800 തുടങ്ങിയ റേഞ്ചുകൾക്കുള്ളിൽ, അതായത് നെക്സ്റ്റ് സപ്പോർട്ടായ 3500, 3800 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ അവിടെ സ്റ്റോക്കിലെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്